നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് 4 മണി പലഹാരമാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് പലഹാരം. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ വലിയ ജാറിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ ശർക്കര പൊടിച്ചത് വേണമെങ്കിലും ചേർക്കാം. കൂടെ തന്നെ 3/4 കപ്പ് റവയും കൂടി എടുക്കുന്നുണ്ട്. വറുത്തതാണെങ്കിലും വറുക്കാത്താണെങ്കിലും കുഴപ്പമില്ല. ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലം പൊടിച്ചത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ആക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു ബൗൾ എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബൗളിലോട്ട് മുട്ടയും പഞ്ചസാരയും ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിന് ശേഷമാണ് റവയും മറ്റു കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ റവയുടെ തരിതരിപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പലഹാരം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവണം എന്നില്ല. ഇനി അടുത്തായിട്ട് 2 ടേബിൾ സ്പൂൺ നാളികേരം കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ചേർത്താൽ ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ ഇടയ്ക്ക് ആ നാളികേരം കൂടി കഴിക്കാനായിട്ട് കിട്ടും. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ചേർക്കുന്നുണ്ട്. ഗോതമ്പ് മാവിന് പകരം വേണമെങ്കിലും മൈദമാവ് വേണമെങ്കിലും ചേർക്കാം. മാവ് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ ബാറ്റർ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒത്തിരി ലൂസാവാനും പാടില്ല, എന്നാൽ ഒത്തിരി കട്ടിയാവാനും പാടില്ല. അതുകൊണ്ട് തന്നെ 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് അല്ലെങ്കിൽ മൈദമാവ് ചേർക്കാം. അപ്പോൾ കറക്റ്റ് ആ ഒരു മാവിൻ്റെ അളവ് പറയാൻ പറ്റില്ല, കാരണം ഓരോ മാവ് അനുസരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കൺസിസ്റ്റൻസി ആകുന്നവരെ 2 or 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവോ അല്ലെങ്കിൽ മൈദമാവോ ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു 4 മണി പലഹാരമാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ചേരുവകളൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു പലഹാരം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കണം. ഇനി ഇതൊരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കാരണം റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിരിക്കും. അപ്പോൾ അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് വറുക്കാൻ ആവശ്യമുള്ള എണ്ണയും കൂടി ചൂടാകാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. മുന്നത്തെക്കാട്ടിലും ബാറ്റർ കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതായിരിക്കണം. അതായത് ഒത്തിരി ലൂസ് ആവാൻ പാടില്ല, എന്നാൽ ഒത്തിരി ടൈറ്റ് ആവാനും പാടില്ല. ഇനി ഇതിലോട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറല്ല ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയുടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും ബേക്കിംഗ് സോഡ ആകണം. ആ ഒരു രീതിയിലായിരിക്കണം മിക്സാക്കേണ്ടത്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കടായിലോട്ട് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ബാറ്റർ കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ സോഡാപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നുണ്ട്. ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കേണ്ടത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറമെ പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും, പക്ഷേ ഉള്ളിൽ വേകണം എന്നില്ല. തിരിച്ച് മറിച്ചിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അടുത്ത ബാച്ചും ഇതേ രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി അടുത്ത ബാച്ച് സ്പൂണിൻ്റെ പകരം ഇങ്ങനെ കൈ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാവ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ ചെറിയ ഷേപ്പായിട്ട് നമുക്ക് പലതരത്തിലുള്ള ഷേപ്പിലാക്കി കിട്ടും. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് സ്പൂണിന് പകരം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മാവ് എണ്ണയിൽ ഇടുമ്പോഴാണ്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. അടുത്ത ബാച്ചും റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ ഒരു പലഹാരം അധികം എണ്ണ കുടിക്കില്ല കേട്ടോ. വളരെ കുറച്ച് എണ്ണ മാത്രം മതിയാവും ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. നല്ല ചൂട് ചായയുടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇത് വറുത്തപ്പോൾ തന്നെ 2-3 എണ്ണം എടുത്ത് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ട്, അതായത് ഒരിക്കൽ കഴിച്ചാൽ നമ്മൾ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും. ഒന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. പുറമേ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടോ, നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വെട്ട് കേക്ക് അറിയാമോ? വെട്ട് കേക്കിൻ്റെ ഒരു ടേസ്റ്റ് ആട്ടോ ഈ ഒരു പലഹാരത്തിന്.
നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്